65 ലക്ഷത്തോളം പേരുടെ വോട്ടുകളാണ് ബീഹാറിൽ വെട്ടിമാറ്റപ്പെട്ടിട്ടുള്ളത്. പലർക്കും അവിടെ വോട്ട് എന്താണെന്ന് അറിയില്ല. ഇനി അത് 101 സീറ്റ് എന്നുള്ളത് 102 എത്തുമോ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞത്. അവിടെ ഒരു ഇലക്ഷൻ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉള്ളിടത്തോളം കാലം BJP അധികാരത്തിൽ വരും. LJP എന്ന പാർട്ടി ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും സീറ്റുകളിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നത്. നമസ്കാരം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഈ 1 മണി സമയത്ത് ഉള്ള റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ 101 സീറ്റിൽ മത്സരിച്ച BJP 89 സീറ്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു അട്ടിമറിയാണെന്ന് പറഞ്ഞാല് അതിനെ അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? ഇതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, മഹാത്ഭുതങ്ങൾ. അതായത് BJPയുടെ നേതാവായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്ര മോദിയോട് ബീഹാറിലുള്ള ആളുകൾക്ക് ഭയങ്കര ആരാധന മൂത്ത് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് കരുതാം. പക്ഷെ അപ്പോഴും ചില ചോദ്യങ്ങൾ അവിടെ അവശേഷിച്ച് നിൽക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വച്ഛ് ഭാരതിന്റെയൊക്കെ പേരിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുന്നേറ്റങ്ങൾ ബീഹാറിൽ നടന്നു എന്ന് പറയുന്ന സമയത്തും ഇപ്പോഴും പറമ്പിലിരുന്ന് പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന അവിടെ ഒരു ജനതയുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ആരെന്നറിയാമോ? കേരളത്തിൽ നിന്നും പോയിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. ആ വിഷയത്തിൽ നമ്മൾ ആ മാധ്യമ പ്രവർത്തകരെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് എങ്ങനെ നരേന്ദ്രമോദിയോട് അവിടെയുള്ള ആളുകൾക്ക് ആരാധന തോന്നി എന്ന് സ്വാഭാവികമായിട്ടും ഒരു ജനത ചിന്തിച്ചാൽ അതിന് എതിര് പറയാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും പറയും, എന്ത് പറയും? ഇതൊരു അട്ടിമറിയാണ് എന്ന് പറയും. തേജസ്വി യാദവിന്റെ റാലികളിൽ കണ്ട ജനക്കൂട്ടം, ആ ജനക്കൂട്ടം വോട്ടായി മാറിയിരുന്നെങ്കിൽ ഇതേ ട്രെൻഡ് ഉണ്ടാവേണ്ടിയിരുന്നത് തേജസ്വി യാദവിന്റെ RJDക്കായിരുന്നു. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പല പൊതുയോഗങ്ങളിലും റാലികളിലുമൊക്കെ ആളുകളുടെ എണ്ണം കുറവായിരുന്നു. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രിക്ക് പോലും ഭയം തോന്നുന്ന ഒരവസ്ഥയുണ്ട്. തേജസ്വി യാദവിന്റെ റാലികളിലേക്ക് ജനം ഒഴുകിയെത്തുന്നു. തേജസ്വി ഒരു ട്രെൻഡായിട്ട് മാറിയിരുന്നു ബീഹാറിൽ. ആ ട്രെൻഡിൽ നിന്നും എങ്ങനെയാണ് ഇതുപോലുള്ള ഒരു കനത്ത പരാജയം RJDക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് RJD നേതൃത്വം പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലുമുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി ചർച്ച ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് നമ്മുടെ ജനാധിപത്യത്തിന് ഭൂഷണമാണോ? ഇത് ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ പെടുന്നതാണോ? അതോ നമ്മുടെ ജനാധിപത്യം അപകടത്തിലേക്ക് പോവുകയാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ SIR-നെ കുറിച്ചൊക്കെ നമ്മൾ പല പ്രാവശ്യം പല രീതിയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. 65 ലക്ഷത്തോളം പേരുടെ വോട്ടുകളാണ് ബീഹാറിൽ വെട്ടിമാറ്റപ്പെട്ടിട്ടുള്ളത്. SIR-ന്റെ ഫോം ഇപ്പൊ കേരളത്തിലൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോൾ, എന്റെ സഹോദരി പഠിച്ചത്, വോട്ട് ചെയ്യേണ്ട പ്രായത്തിൽ അവർ പഠിച്ചത് നോർത്ത് ഇന്ത്യയിലാണ്. ആ പഠിച്ച അവർക്കൊന്ന് കേരളത്തിൽ വോട്ടില്ല. ഇപ്പോൾ SIR പ്രകാരം അവരുടെ വോട്ട് വെട്ടിമാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇനി വീണ്ടും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഹാജരാക്കേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഇതുപോലെ എത്രയെത്ര വീടുകളിൽ എത്രയെത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കേരളത്തിലാണെന്ന് കരുതണം. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ പല ആളുകൾക്കും വീടുകളില്ലെന്നേ. ആളുകളും താമസിക്കുന്നത് ഒരു ഷീറ്റടിച്ച കൂരയുടെ താഴെയായിരിക്കും. 2 കോല് കുത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഷീറ്റടിച്ചിട്ട് അതിനകത്ത് കിടന്നുറങ്ങുന്നത് 8-10 ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വോട്ട് വെട്ടിമാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ അവരാരെങ്കിലും ചോദിക്കാൻ വേണ്ടി പോവുമോ? പലർക്കും അവിടെ വോട്ട് എന്താണെന്ന് അറിയില്ല. വോട്ട് ചെയ്തിട്ട് കാര്യമില്ലാത്തവര് പിന്നെ ഇപ്പോ അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹരിയാനയില് വീടില്ലാത്തവർക്ക് 0 നമ്പർ ഇട്ടിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോട്ടവകാശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ വീടുള്ള പല ആളുകളും വർഷങ്ങളായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുടെയും വോട്ട് വെട്ടിമാറ്റി കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? ഇവിടെ ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകളുടെ പൗരാവകാശങ്ങളെ ലംഘിക്കുന്നതിന് തുല്യമല്ലേ അത്? അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബീഹാർ ഒരുപാട് വലിയ പാഠങ്ങളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, BJP മത്സരിച്ച 101 സീറ്റുകളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ 89 സീറ്റുകളിലാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് 101 സീറ്റ് എന്നുള്ളത് 102 എത്തുമോ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അങ്ങനെ 102 എന്നുള്ള ഇതിലേക്ക് എത്തുമോ? കാരണം ഇതിപ്പോ പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മാൽ പ്രാക്ടീസിൽ അതിനും സാധ്യതയുണ്ട്. 101 സീറ്റിൽ തന്നെ ഇവർ വിജയിച്ചേക്കാം, അല്ലെങ്കിൽ 99 സീറ്റിൽ വിജയിച്ചേക്കാം. ഇതേ രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അവിടെ ഒരു ഇലക്ഷൻ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പല സ്ഥലങ്ങളിലും JD-യും BJP-യും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇതിനു മുമ്പുള്ള ചർച്ചയിലും പറഞ്ഞതാണ്. പ്രകടന പത്രിക പുറത്തിറക്കുന്ന സമയത്ത് പോലും നിതീഷ് കുമാർ 1 മിനിറ്റ് മാത്രമാണ് അവിടെ വെയിറ്റ് ചെയ്തത്. അതിനുശേഷം ആ പത്രസമ്മേളനത്തിൽ പത്രക്കാരെ പോലും കാണാൻ തയ്യാറാവാതെ പോകുന്ന നിതീഷ് കുമാറാണ് കണ്ടത്. അതിന് കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാനായിട്ട്
BJP തയ്യാറല്ലായിരുന്നു. ഞാൻ പറയുന്നു, നിതീഷ് കുമാർ നേടിയിരിക്കുന്ന സീറ്റ് അദ്ദേഹം പോരാടി നേടിയിട്ടുള്ള സീറ്റാണ്. നിതീഷ് കുമാർ BJPയുടെ ഒരു നിയോജക മണ്ഡലത്തിലും പ്രചരണത്തിന് പോയിട്ടില്ല. നിതീഷ് കുമാറിന്റെ മണ്ഡലത്തിൽ തന്നെ പ്രചരണം നടത്തിയത്. ആ മണ്ഡലങ്ങളിലെല്ലാം നിതീഷ് കുമാർ നടത്തുന്ന മുന്നേറ്റത്തെ അംഗീകരിച്ച് പറ്റൂ. അത് ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദര സുരഭിലമായ ഒരു നിമിഷമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ അപ്പുറത്ത് ആൾക്കൂട്ടമില്ലാത്ത ആളുകൂടാത്ത റാലികളിൽ ഒക്കെ പ്രസംഗിച്ചു പോയ BJPയുടെ കേന്ദ്ര നേതാക്കന്മാർ, മറുവശത്ത് ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്ത തേജസ്വി യാദവ് ഈ വോട്ടുകളോടെ പോയെന്നേ. ഈ 65 ലക്ഷത്തിൽ പെടുന്നവർ മാത്രമാണോ ഈ റാലികളിൽ പോയിട്ടുണ്ടാവുക? അല്ലല്ലോ. അപ്പോൾ ഗുരുതരമായ ഒരു വിഷയം, ഗുരുതരമായ ഒരു അപകടം ബീഹാറിലെ ജനാധിപത്യത്തിന് സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് സംഭവിച്ചിരിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് ഇന്ത്യയിൽ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലുള്ള ഏതൊരു പൗരന്റെയും അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ആര് വന്നാലും അതിനെ അതിശക്തമായിട്ട് തന്നെ എതിർക്കണം എന്നുള്ളൊരു പക്ഷമാണ് നമുക്കുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുന്നത്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ ഇങ്ങനെ വരുമോ? ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന സമയത്ത് 543 സീറ്റില് 500 സീറ്റ് നേടി ND അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിലേക്ക് പോകത്തില്ല. നമ്മുടെ തന്നെ ഒരു വീഡിയോന്റെ അടിയിൽ വന്നൊരു കമന്റ് ആണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉള്ളിടത്തോളം കാലം BJP അധികാരത്തിൽ വരും. സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആളുകളെല്ലാം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ബീഹാറിലൊക്കെ പോയിട്ട് നടന്നിട്ടുള്ള ഒരുപാട് പബ്ലിക് ഒപ്പീനിയനുകളുണ്ട്. ഈ പബ്ലിക് ഒപ്പീനിയനുകളിൽ എല്ലാം തന്നെ ഒരു സർക്കാരിനെതിരെയുള്ള ഒരു ആന്റി ഇൻകംബൻസി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇതുപോലൊരു വിജയം, ഒരു ആധികാരികമായൊരു വിജയം, അതായത് പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കി കളഞ്ഞുകൊണ്ടുള്ള ഒരു വിജയം എന്ന് പറയുന്നത്, അതിൽ കൃത്രിമത്വം നമുക്ക് സംശയിക്കാതിരിക്കാൻ വേണ്ടി വയ്യ. ഇതിനെ ആര് നിയന്ത്രിക്കും? ജനാധിപത്യത്തെ ആര് സംരക്ഷിക്കും എന്നുള്ളതാണ് ചോദ്യം. സംരക്ഷിക്കേണ്ട ആളുകളൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുകയല്ലേ. ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി സാധിക്കും. കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിതീഷ് കുമാറിനെ പോലെ മതേതര സ്വഭാവമുള്ള ഒരാളുടെ നിയന്ത്രണത്തിലാണ് ബീഹാറിലെ സർക്കാർ വരാൻ പോകുന്നതും കേന്ദ്രത്തിലെ സർക്കാർ വരാൻ പോകുന്നതും. അതുകൊണ്ട് ഇനി ബീഹാറിൽ മറ്റൊരു മുഖ്യമന്ത്രിയെ കുറിച്ച് ചർച്ച ചെയ്യത്തില്ല. ഇപ്പൊ 90 സീറ്റ് എത്തിക്കഴിഞ്ഞു. പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് നിതീഷ് കുമാറിന് 74 സീറ്റുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ ഇനി അവർക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല. മറിച്ചായിരുന്നു സാഹചര്യമെങ്കിൽ തീർച്ചയായിട്ടും ഇവര് നിതീഷ് കുമാറിനെ കറിവേപ്പില പോലെ എടുത്ത് വെളിയിൽ കളഞ്ഞാണ്. ഒരു കാര്യം ആലോചിക്കുക, LJPയുടെ വോട്ട് നിതീഷ് കുമാറിന് കിട്ടിയിട്ടില്ല. നിതീഷ് കുമാറിന്റെ വോട്ട് LJPക്കും കിട്ടിയിട്ടില്ല. അവിടെയും LJPയുടെ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 18ഓളം സീറ്റുകളിൽ LJP നേതാക്കന്മാർ ലീഡ് ചെയ്യുന്നു. LJP എന്ന പാർട്ടി ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും സീറ്റുകളിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഒരുപാട് മാൽ പ്രാക്ടീസ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിച്ചാൽ, ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ ചിന്തിച്ചാൽ അതിൽ നമുക്ക് തെറ്റു പറയാൻ വേണ്ടി സാധിക്കത്തില്ല. എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. കാരണം ജനങ്ങൾ മുഴുവൻ എതിരായിട്ട് മാറുന്ന ഒരു ട്രെൻഡ് ഇവിടെ നിലനിൽക്കെ തന്നെ ആ ട്രെൻഡിനെ മറികടന്നുകൊണ്ട് ഇതേ രീതിയിൽ ഒരു ഇലക്ഷൻ റിസൾട്ട് വരണം എന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിനും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പൗരന്മാർക്കും ഭയപ്പെടേണ്ട എന്തോ ഒന്ന് ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ട്, കരുതിയിരിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്.